നമസ്കാരം. ആരെങ്കിലും ലൈവിലുണ്ടാവോ എന്നറിയില്ല. എന്തായാലും പൊതുവെ നല്ല വിശേഷങ്ങളാണ് വാർത്തകളിലൊക്കെ ഉള്ളത്. ഇന്നലെ നമ്മൾ കണ്ടു പൂരം അലമ്പാക്കുന്ന പോലീസ്. ഇന്ന് മനോരമ പറഞ്ഞിരിക്കുന്നു പൂരം കലക്കി പോലീസ്. നല്ല ക്യാപ്ഷൻ, പറയാതെ വയ്യ. പൂരം കലക്കി പോലീസ്. ഇങ്ങനെ പൂരവും ഉത്സവമൊക്കെ കലക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഇങ്ങനെയുള്ള അതിക്രമങ്ങളൊന്നും മറ്റ് മത ചടങ്ങിലോ അവരുടെ ആഘോഷങ്ങളിലോ കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസം. ഹൈന്ദവന്റെ ഉത്സവം, ഹൈന്ദവന്റെ ആഘോഷ പരിപാടികൾ, ഇതൊക്കെ കലക്കാൻ വേണ്ടിയിട്ട് പോലീസ് ശ്രമിക്കുന്നു എന്നുള്ളത് പുതിയ വാർത്തയൊന്നല്ലല്ലോ. നമുക്കൊന്ന് കുറച്ച് പുറകോട്ട് പോയാൽ നമ്മുടെ ശബരിമലയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇങ്ങനെ ശബരിമല കലക്കാൻ നോക്കിയ ശബരിമല കലക്കാൻ നോക്കി, മൊത്തം കലങ്ങി. അവിടെ മുതൽ തുടങ്ങിയതാണ് സത്യത്തില് ഈ ക്ഷേത്രങ്ങളോട് എന്താണോ ഭരണകൂടത്തിന് ഇത്രമാത്രം വൈരാഗ്യം വരാൻ കാരണം. ക്ഷേത്രങ്ങള് ഇവിടുത്തെ ഭരണകൂടങ്ങളെ വല്ലതും ചെയ്തോ? കേരളത്തിലെ ഏതെങ്കിലും ക്ഷേത്രം CPM-നെതിരായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈശ്വരന്മാര് വന്നിട്ട് ഗണപതിയോ രാമനോ വന്നിട്ട് ഈ ഇടതുപക്ഷത്തിനെതിരായിട്ട് വല്ലതും സംസാരിച്ചോ, പറഞ്ഞോ, പ്രവർത്തിച്ചോ? പിന്നെ എന്താണ് ക്ഷേത്രങ്ങളോട് ഇത്ര വൈരാഗ്യം? ഹൈന്ദവ വിശ്വാസങ്ങളോട് ഇത്ര വൈരാഗ്യം? ശബരിമലയിൽ തുടങ്ങി, പിന്നെ നമ്മൾ കണ്ടത് എവിടെയാണ്? തിരുവനന്തപുരത്തെ ക്ഷേത്രങ്ങളിൽ കാവിക്കോടി കെട്ടരുത് എന്നുള്ള തിട്ടൂരം കണ്ടു, അല്ലേ? തിരുവനന്തപുരത്ത് തുടങ്ങി ഒരു ക്ഷേത്രങ്ങളിലും കാവിക്കൊടി കെട്ടരുത്, വേണമെങ്കിൽ പച്ചക്കൊടിയാവാം. പോലീസിന്റെ തിട്ടൂര. പോലീസ് അതിനു വേണ്ടിയിട്ട് എല്ലാവിധ കളിയും കളിച്ച് തിരുവനന്തപുരത്തെ ഒരു ക്ഷേത്രത്തിൽ ഇതുപോലെ കാവിക്കൊടി കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. വേറൊരിടത്ത് നമ്മൾ കണ്ടു ക്ഷേത്രത്തിന് പച്ച നിറം അടിച്ചത്. അതേപോലെ തന്നെ നമ്മുടെ ഹൈന്ദവന്റെ ആചാര അനുഷ്ഠാനങ്ങളെ യഥേഷ്ടം കുത്തിനോവിച്ച പലരെയും, അവിശ്വാസികളെയും അന്യമതസ്ഥരെയൊക്കെ കൊണ്ടുപോയി ക്ഷേത്രങ്ങളിൽ പ്രഭാഷണം നടത്തുന്ന മഹത്തായ കലയും നമ്മൾ യഥേഷ്ടം വീക്ഷിച്ച് വരികയാണ്. മുജാഹിദ് ബാലുശ്ശേരിയെ പോലുള്ള മഹാവ്യക്തിത്വങ്ങളെ ക്ഷേത്രാങ്കണത്തിൽ കൊണ്ടുപോയി ആദരിച്ച് ധർമ്മപ്രഭാഷണം നടത്തുന്നതും നമ്മൾ കണ്ടു. ക്ഷേത്രങ്ങളെ തകർക്കുക, ക്ഷേത്രവിശ്വാസത്തെ തകർക്കുക. ഗണപതി മിത്ത് ഓർക്കുന്നുണ്ടല്ലോ എല്ലാവരും, ഇല്ലേ? ഗണപതി മിത്താണെന്നും പറഞ്ഞ് ബഹളമുണ്ടാക്കി. ആ മിത്താണെന്ന് പറഞ്ഞവരിപ്പം നിരങ്ങുക അമ്പലത്തിലൂടെ. വോട്ട് തായോ, വോട്ട് തായോ, വോട്ട് തായോ എന്ന് പറഞ്ഞ് നിരങ്ങുന്നു. ഞാൻ വിചാരിച്ചാൽ 24 മണിക്കൂർ കൊണ്ട് സകല ഡിവൈഎഫ്ഐ പെണ്ണുങ്ങളെ ശബരിമല കയറ്റെന്ന് പറഞ്ഞ ആളും അമ്പലത്തിൽ പോയിട്ട്
ഇങ്ങനെ നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ആ കാഴ്ചകൾക്കിടയിലാണ് പൂരവും കലക്കുന്നത് നമ്മൾ കാണുന്നത്. എന്നിട്ടും ഹിന്ദുവിനൊരു കുഴപ്പമില്ല. നിങ്ങൾ ഇനിയും കലക്കിക്കോ എന്നുള്ള കുനിഞ്ഞു നിൽക്കുന്നിടത്തോളം ആ മുതുകത്ത് കയറിയിട്ട് ആളാണ്. പണ്ട് ഞങ്ങളൊക്കെ പാടി നടന്നത് കമ്മ്യൂണിസത്തിന് വേണ്ടി പാടി നടന്നതാണ്. പക്ഷെ ഇന്നത് ഹിന്ദുവിന് നല്ല ബാധക. എങ്ക മുതുകു നീങ്ക ഏറും ഏണിയാകവേ നാങ്ക ഇരുന്ന പടിയെ ഇരിക്കണം ആ കാലം പുറാവും. നമ്മളിങ്ങനെ കുനിഞ്ഞു നിർത്താല് നമ്മുടെ മുതുകത്ത് ചവിട്ടിക്കേറി അധികാരത്തിലെത്തുകയും എന്നിട്ട് നമ്മളെ തന്നെ ഭരിക്കുകയും ചെയ്യുന്ന ആ മഹത്തായ പ്രക്രിയ. ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവന്റെ വോട്ട് നേടിയിട്ട് ഹിന്ദു ക്ഷേത്രങ്ങളെ തന്നെ തകർക്കുന്ന ആ മഹത്തായ പ്രക്രിയ. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. കമ്മ്യൂണിസ്റ്റ് ഭരണം കേരളത്തിൽ വന്ന ഉടനെ ആദ്യം ഹിന്ദുവിന്റെ നെഞ്ചത്ത് കയറി ഒരു പണിതാണ് എന്താണ് കോഴിവെട്ട് നിരോധിക്കല്. ചിരിക്കാതെ വയ്യ. കാരണം കോഴിവെട്ട് നിരോധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൃഗബലി നിരോധിച്ചു എന്നുള്ളതിനാണ് അർത്ഥം. ഹിന്ദുവിന്റെ മാത്രം. ഇവിടെ വലിയ പെരുന്നാൾ എന്തൊക്കെ വെട്ടുന്നുണ്ടല്ലേ. ആടിനെ വെട്ടുന്നു, മൂരിയെ വെട്ടുന്നു, സകല വെട്ടും വലിയ പെരുന്നാളാണ്. അത് മൃഗബലിയല്ല, അത് പച്ചക്കറി ബലി. കോഴിയെ വെട്ടിയാൽ മൃഗബലി. ഇങ്ങനെ കാലം കൊണ്ട് തന്നെ ചിന്തിക്കണം. ഇടയ്ക്ക് ഒരു മന്ത്രി പുങ്കവൻ തന്ത്രിമാരുടെ ഒക്കെ തുണി പൊന്തിച്ചു നോക്കി, കോണാനുണ്ടോ. വേറൊരു മന്ത്രി പുങ്കവത്തി പറഞ്ഞു, സ്ത്രീകൾ കുളത്തിലിറങ്ങി നനഞ്ഞു ഒട്ടിപ്പോകുമ്പോൾ അതിന്റെ സെക്സ് ആസ്വദിക്കുന്ന പണിയാണ് ബ്രാഹ്മണർക്ക് ക്ഷേത്രങ്ങളിൽ. ഒന്നും മറന്നിട്ടില്ല, മറക്കാൻ പാടില്ല. എന്നെപ്പോലെ ആൾക്കാർ മറക്കില്ല, ജനം മറക്കുമായിരിക്കും. എനിക്ക് മറക്കാൻ പറ്റില്ല. ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിക്കുന്ന എനിക്ക് മറക്കാനും പറ്റില്ല, പൊറുക്കാനും പറ്റില്ല. ഒരു മന്ത്രി പുങ്കവൻ ശബരിമലയുടെ നടക്കൽ ചെന്ന് അവിടുന്ന് തീർത്ഥം കൊടുത്തപ്പോ ആ തീർത്ഥം കൊണ്ട് ഇങ്ങനെ കൈ കഴുകിയതും നമ്മൾ കണ്ടു. മറക്കാൻ പറ്റില്ല ഹിന്ദുവിനെ. ധർമ്മത്തെ സ്നേഹിക്കുന്നവർക്ക് ഇതൊന്നും മറക്കാൻ പറ്റില്ല. ധർമ്മബോധമില്ലാത്തവർക്ക് ഇതൊക്കെ മറക്കാം. ധർമ്മബോധമില്ലാത്തവർക്ക് ഇതൊക്കെ നിസ്സാരമായി കാണാം. അങ്ങനെ നിസ്സാരമായി കണ്ട് ഒടുവിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഞാൻ പറയുന്നില്ല. അത് ബോധമുണ്ടെങ്കിൽ ആ ബോധം കൊണ്ടൊന്ന് ഗണിച്ച് മനസ്സിലാക്കിയാൽ കൊള്ളാം. ബോധമുണ്ടെങ്കിൽ ആ ബോധം കൊണ്ടൊന്ന് ഗണിച്ച് മനസ്സിലാക്കിയാൽ കൊള്ളാം. അത്രേ പറയുന്നുള്ളൂ. നമുക്കറിയാം, അയ്യപ്പന്റെ പ്രസാദം മേടിക്കാതെ ഇപ്പുറത്ത് വന്ന് വാവരുടെ പ്രസാദം മേടിച്ചിട്ട് അത് നക്കിയിട്ട് നല്ല രുചിയുണ്ട്, ഒരു അല്പം കൂടി തരൂ എന്ന് പറഞ്ഞ മന്ത്രി പുങ്കവനെയും നമുക്കറിയാം, കണ്ടതാണ്. അപ്പൊ ക്ഷേത്രങ്ങളിൽ കാവി കെട്ടാൻ പാടില്ല. ക്ഷേത്രങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങളെ മാറ്റിയിട്ട് അശുദ്ധി ഉണ്ടാക്കണം. ക്ഷേത്രത്തിലെ ആനയ്ക്ക് പട്ട കൊണ്ടുപോകാൻ പാടില്ല. വേണമെങ്കിൽ പട്ടച്ചാരായം കൊണ്ടുപോകും, പക്ഷെ പട്ട കൊണ്ടുപോകാൻ പാടില്ല. തിട്ടൂരങ്ങൾ അനവധിയാണേ. ക്ഷേത്രത്തിന്റെ സംഘാടക സമിതി ആളുകൾ വലിയ ബാറ്റൊക്കെ കെട്ടി വരും, കലക്കടാപ്പുറത്ത് എന്ന് പറയുന്ന പോലീസ് ഏമന്മാരെയും നമ്മൾ കണ്ടു.
പണ്ടത്തെ കാലമല്ലോ, എല്ലാം യൂട്യൂബിൽ വരും, ഇങ്ങനെ ഷൂട്ട് ചെയ്ത് കാണിക്കുക. ഭക്തരകത്തേക്ക് വരരുത്, ഞങ്ങൾ ഇവിടെ നിന്നോളാം. അങ്ങനെ കാലത്തിനിപ്പുറം പകൽ വെളിച്ചത്തിൽ പൂരം കണ്ടു. ആകാശത്ത് വർണ്ണക്കുട നിവർത്തിയ മലയാളി മനസ്സുകളിൽ തൃശൂർ പൂരം, ആ വെടിക്കെട്ട് കാണാൻ വേണ്ടി മാത്രം കണ്ണു തുറന്നിരുന്ന ഒരുപാട് മനുഷ്യർക്ക് പകൽ വെളിച്ചത്തിൽ പുക മാത്രം എന്ന് പറഞ്ഞ് പുക മാത്രം കണ്ട് തല കുനിച്ച് മടങ്ങേണ്ടി വന്നു. എന്നിട്ടിപ്പോ അന്വേഷിക്കും. ആരന്വേഷിക്കാന്? ഇപ്പൊ അന്വേഷിക്കുന്ന പറയുന്നത്. എപ്പ അന്വേഷിക്കും? എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഇലക്ഷൻ കഴിയുന്നവരെ ഞങ്ങൾ അന്വേഷിക്കും എന്നൊക്കെ പറയും. 26-ാം തീയതി കഴിഞ്ഞാൽ ക്യാ ഹുവാ തേരാ വാദ. കഷ്ടമാണ്. ഹൈന്ദവ വിശ്വാസികളോട് സർക്കാർ കാണിക്കുന്ന ഈ നയം കഷ്ടമാണ്. എന്നിട്ട് അതിന്റെ കൂടെ ഇതിന് ചെല്ലും ചെലവും കൊടുത്ത് വലതുപക്ഷവും. അവർക്ക് ഉളുപ്പില്ലല്ലോ. അവര് ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട്, എന്നാ പച്ചക്കൊടിയുടെ കൂടെയാണ് എന്നവരും. നമുക്ക് ആര് ഭരിക്കുന്നു, ആര് ജയിക്കുന്നു എന്നുള്ളതൊന്നല്ല. ഒരു ഹൈന്ദവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആചാരങ്ങൾ, അവന്റെ ക്ഷേത്രങ്ങൾ, അത് നിലനിൽക്കുന്നുണ്ടോ, അത് പരിപാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ്. ഒരു ക്ഷേത്രത്തിലെത്തുന്ന വിശ്വാസി എവിടെയാണോ ചെരുപ്പ് ഉപേക്ഷിക്കുന്നത് അവിടെ രാഷ്ട്രീയവും ഉപേക്ഷിക്കണം എന്നുള്ളതാണ് എന്റെ തത്വം. ക്ഷേത്രത്തിനകത്ത് രാഷ്ട്രീയമില്ല. നമ്മൾ എവിടെയാണോ ചെരുപ്പ് വെക്കുന്നത് അവിടെ തന്റെ രാഷ്ട്രീയം മാറ്റി വെച്ചിട്ട് വേണം ക്ഷേത്രത്തിൽ ഭഗവാനും നമ്മൾ മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ ആചാരങ്ങളും ഭഗവാന്റെ അനുഷ്ഠാനങ്ങളും അവിടെ ഭക്തനായി ചെല്ലുന്ന എന്റെ അവകാശവും അത്രയേ ഉള്ളൂ ക്ഷേത്രത്തിനകത്ത്. അവിടെ ശിവന് മുഴുവൻ വലം വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മുഴുവൻ വലം വെക്കാൻ പാടില്ല. പാതി വലം വെച്ച് തിരിച്ചു വന്ന് പൂർത്തിയാക്കണം. അത് ക്ഷേത്രത്തിന്റെ ആചാരം. അതിനപ്പുറം മറ്റാചാരങ്ങളൊന്നും നമുക്കവിടെ ഇല്ല. അവിടെ ഏത് കൊടിയെന്നോ ഏത് രാഷ്ട്രീയക്കാരെന്നോ ഒന്നൊന്നും അവിടെ ബാധകമല്ല. അങ്ങനെ വിശ്വസിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. അത് BJP ആയാലും ശരി, കോൺഗ്രസ് ആയാലും ശരി, കമ്മ്യൂണിസ്റ്റുകാരനായാലും ശരി. ക്ഷേത്രം വേറെയാണ്, അവന്റെ രാഷ്ട്രീയവും വേറെയാണ് എന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ ക്ഷേത്രത്തിലെ വിശ്വാസികൾക്ക് ക്ഷേത്രം നഷ്ടപ്പെടും, വിശ്വാസവും നഷ്ടപ്പെടും. കാരണം ഇന്നലെ തൃശ്ശൂരിൽ കണ്ട രീതിയിലാണെങ്കിൽ അടുത്ത വർഷം തൃശ്ശൂരിൽ ഞാൻ എന്തിനാണ് ഈ വെടിക്കെട്ട് കാണാൻ വേണ്ടി പോകുന്നത്? അത് അവിടുത്തെ ഏമാമാര് തീരുമാനിക്കുന്ന പോലെയല്ലേ നടക്കുള്ളൂ. ഏമാമാര് പോകണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ എന്റെ ഭക്തിക്ക് എന്ത് കാര്യം, എന്റെ നിഷ്ഠയ്ക്ക് എന്ത് കാര്യം, എന്റെ ആഗ്രഹങ്ങൾക്ക് എന്ത് കാര്യം എന്ന് ഭക്തൻ തീരുമാനിക്കും. അങ്ങനെ ഭക്തൻ തീരുമാനിച്ച് കഴിയുന്നത്ര ഈ സംസ്കാരത്തിൽ നിന്ന് അകറ്റി കൊണ്ടുപോവുക എന്നുള്ള ആ പരിപാടിയാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. ആർക്കു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആർക്കു വേണ്ടിയാണ് ശബരിമല പ്രശ്നമുണ്ടാക്കിയത്? ആർക്കു വേണ്ടിയാണ് കാവി കെട്ടരുത് അമ്പലത്തിൽ എന്ന് പറഞ്ഞത്? ആർക്കു വേണ്ടിയാണ് ഗണപതി മിത്താണെന്ന് പറഞ്ഞത്? ആർക്കു വേണ്ടിയാണ് പൂരം അലങ്കോലമാക്കിയത്? അതിന്റെ പിന്നിലൊരു അജണ്ടയുണ്ട്. ഞങ്ങൾ ഈ പക്ഷത്തല്ല, ഞങ്ങൾ ആ പക്ഷത്താണ് എന്ന് പറഞ്ഞ് വരുത്തി തീർക്കാനുള്ള അജണ്ടയാണ്.
എല്ലാവരും അമ്മയുടെ മുലപ്പാൽ കുടിച്ചിട്ട് തന്നെ വന്നത് ബോധം. ആ ബോധം എല്ലാവർക്കും ഉണ്ട്. അമ്മയുടെ മുലപ്പാൽ കുടിക്കാതെ വന്നവരൊന്നുമല്ല. എന്താണ് ഇതിന്റെ ഉദ്ദേശം? ഞങ്ങൾ ഇങ്ങനെ നോക്കൂ, ഞങ്ങൾ ഇന്ന ആൾക്കാർ ഇതിന്റെയൊക്കെ ഞങ്ങൾ ഇല്ലാണ്ടാക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ നിങ്ങൾ തയ്യാറാവണം. ആര് തയ്യാറാവണം എന്നുള്ളതാണ് ചോദ്യം. എന്റെ വാക്കുകളിൽ നിന്ന് ബോധമുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനിയും തിമിരം ബാധിച്ചിട്ടില്ലാത്തവർക്ക് മനസ്സിലാക്കാം. ബോധത്തിന്റെ അല്പമെങ്കിലും മസ്തിഷ്കത്തിൽ സൂക്ഷിച്ചുള്ളവർക്ക് മനസ്സിലാക്കാം ഞാൻ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന്. ചിലപ്പോ എന്നെ തൂക്കിക്കൊല്ലേക്കാം. ഞാൻ ആർക്കും വേണ്ടി വോട്ട് പിടിക്കാനല്ല അത് പറയുന്നത്. ഇവിടെ ആര് ജയിച്ചാലും എനിക്കൊരു ചുക്കുമില്ല. പക്ഷേ ധർമ്മം ജയിക്കണം. ധർമ്മപക്ഷത്തു നിന്ന് സംസാരിക്കുമ്പോൾ ലെവലേശം പേടിയില്ലാതെ പിണറായി വിജയനാണെങ്കിലും ശരി, ഇനി അതല്ല കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി ആണെങ്കിലും ശരി, ഇനി അതല്ല BJPയുടെ ഏത് കൊമ്പത്തുള്ള ആളാണെങ്കിലും ശരി, പറയാനുള്ളത് പറയും. അങ്ങനെയല്ലേ വേണ്ടത് ധർമ്മത്തിന്റെ കാര്യത്തിൽ. അവിടെ രാഷ്ട്രീയം മാറ്റിവെക്കുക. ഇന്നലെ തൃശൂർ പൂരത്തിൽ നടന്നത്, ആ മൈതാനിയിൽ നടന്നത്, ക്ഷേത്ര അങ്കണത്തിൽ നടന്നത് ആവർത്തിക്കാൻ പാടില്ല. പൂരത്തിന് തറവാടകൾ ഓരോന്നും അന്വേഷിക്കണം. ഇതര മതസ്ഥർക്ക് സർക്കാർ ചെയ്തു കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ വിലയിരുത്തണം. അവരുടെ വഴികൾക്ക് കൊടുക്കുന്ന സഹായം വിലയിരുത്തണം. അവരുടെ മദ്രസകൾക്ക് കൊടുക്കുന്ന സഹായം വിലയിരുത്തണം. പകരം ഹിന്ദുവിന് എന്ത് കൊടുക്കുന്നു അതും വിലയിരുത്തണം. അത് വിലയിരുത്തുമ്പോഴാണ് സംഗതിയുടെ കുട്ടൻസ് മനസ്സിലാവുക. ആരെല്ലാം ഏതെല്ലാം പക്ഷത്താണ് എന്നുള്ളത്. ഈ മതേതരത്വം പുഴുങ്ങി തിന്നാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി നമ്മൾ. അത് ചിലര് മാത്രം തിന്നോണം. ബാക്കിയുള്ള മതേതരത്വം പുറത്ത് ഇങ്ങനെ കാണിക്കുകയുള്ളൂ. അവര് വിഴുങ്ങത്തില്ല. വിഴുങ്ങുന്നത് ചിലര് മാത്രം വിഴുങ്ങിക്കോളും. ഇത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇനിയും ക്ഷേത്രങ്ങൾ, ക്ഷേത്ര ആചാരങ്ങൾ, ക്ഷേത്രോത്സവങ്ങൾ ഇത്തരത്തിൽ കാക്കിപ്പട വന്ന് തകർക്കാൻ പാടില്ല. നിയമപാലകർ ക്ഷേത്രത്തിന്റെ വെളിയിൽ മതി, ക്ഷേത്രത്തിനകത്ത് വേണ്ട. ക്ഷേത്രത്തിനകത്തുള്ള പരിപാടികൾ യഥാവിധി നടത്താൻ ക്ഷേത്ര ഭരണസമിതിക്ക് കഴിയണം. അതിനുവേണ്ടി തയ്യാറാവണം. ആളുകളെ നിയന്ത്രിക്കുന്നത്, മറ്റ് നിയമങ്ങൾ പാലിക്കുന്നതൊക്കെ ക്ഷേത്ര സമിതി തീരുമാനിക്കണം. ആരെ വെക്കണം? അതല്ല ആനയ്ക്ക് പനമ്പട്ട കൊടുക്കാൻ പാടില്ല എന്ന് ശഠിക്കുന്നവരെ ക്ഷേത്രത്തിന്റെ 7 അയൽവക്കത്ത് നിർത്താൻ പറ്റില്ല. പാടില്ല. പറ്റുമോ? അങ്ങനെ തീരുമാനിച്ചാൽ ക്ഷേത്രങ്ങൾ ബാക്കിയുണ്ടാവും, ആചാരങ്ങൾ ബാക്കിയുണ്ടാവും, ഹിന്ദു ബാക്കിയുണ്ടാവും. ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. ഇങ്ങനെ പോയാൽ ഒരു കാക്കി തൊപ്പിയിട്ട ഏമാൻ വന്നിട്ട് നാളെ പറയും ആരതി പാടില്ല, ആരതി പാടില്ല എന്ന് പറയും, ശംഖുവിളി പാടില്ല എന്ന് പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാവണം. ആ മാറ്റങ്ങൾ ഉണ്ടായാൽ മാത്രമേ, ഇപ്പൊ ഇതിൽ തന്നെ പോലീസ്, പൂരം കലക്കി പോലീസ് വ്യക്തമായിട്ട് മനോരമ എഴുതിയിട്ടുണ്ട്. ഇന്ന് ഏഷ്യാനെറ്റില് ധാരാളം വീഡിയോസ് നമ്മൾ കണ്ടു. ആ വീഡിയോസ് കണ്ടതിന് ശേഷമാണ് ഞാനിങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത്. സങ്കടം തോന്നി കണ്ടപ്പോ.
സങ്കടം തോന്നി. പാടില്ലാത്തതാണ്, ഒരിക്കലും പാടില്ലാത്തതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേൾക്കാൻ പാടില്ലാത്തതാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് എല്ലായിടത്തും നിന്നും കേൾക്കുന്നില്ല. ഞാൻ വെറുതെ പറയുന്നതല്ല. ഒന്ന് നോക്കൂ, ശബരിമല മുതൽ നമ്മൾ ഇന്ന് ഈ തൃശൂർ പൂരം വരെ ഒന്ന് നോക്കൂ. എന്തൊക്കെ അനിഷ്ടങ്ങൾ! അത് കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും അങ്ങനെ തന്നെ. തമിഴ്നാട്ടില് സനാതന ധർമ്മത്തെ തന്നെ ഇല്ലാണ്ടാക്കണമെന്ന് അങ്ങോട്ട് പറഞ്ഞു. അപ്പൊ സൗത്തിൽ എന്തോ സംഭവിക്കുന്നുണ്ട്. കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്ന സംഭവിക്കുന്നുണ്ട്. ഇന്നലെ പൊതുവായിട്ടുള്ള അഭിപ്രായം, ഇന്നലെ കുടമാറ്റത്തിന്റെ സമയത്ത് രാമന്റെ കോട്ട പ്രദർശിപ്പിച്ചു, അതുകൊണ്ടാണ് എന്നും കേൾക്കുന്നു. ക്ഷേത്രത്തില് കുട രാമന്റേതല്ലാതെ ഖലീഫ ഉമറിന്റെയോ അതല്ലെങ്കിൽ അങ്ങനത്തെ ഹാജിയമാരതൊന്നും ആരും ഉയർത്തില്ലല്ലോ. ക്ഷേത്രാങ്കണമല്ലേ. ക്ഷേത്രത്തിൽ രാമന്റെ പ്രസക്തി എന്താണെന്ന് അറിയില്ലേ? ഇടയ്ക്ക് കമ്മികളൊക്കെ വന്നിട്ട് പറഞ്ഞു കേട്ടു, ശിവന്റെ ക്ഷേത്രത്തിന് രാമൻ എന്താ കാര്യത്തിൽ. എന്താ ചെയ്യ, കട്ടം കട്ടം കട്ടം. ഇതൊക്കെ കേൾക്കാൻ വേണ്ടി നമ്മൾ വിധിക്കപ്പെട്ടവരായല്ലോ എന്ന്. ശിവന്റെ ക്ഷേത്രത്തിൽ രാമൻ എന്താ കാര്യം? നാളെ ചോദിക്കും, ശിവന്റെ ക്ഷേത്രത്തിൽ ഗണപതിക്ക് എന്താ കാര്യം, നന്ദിക്ക് എന്താ കാര്യം? നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങളിൽ എല്ലാ ദേവതകളും ഉണ്ട്. ഒരു ദേവത മാത്രമല്ല, ഇഷ്ടംപോലെ ദേവതകളുണ്ട്. ഗണപതിയുണ്ട്, ശാസ്താവുണ്ട്, ശിവനുണ്ട്, ദേവിയുണ്ട്, കൃഷ്ണനുണ്ട്. ഒരേ ക്ഷേത്രത്തിനകത്ത് തന്നെ 33 കോടി ദേവതകളുടെ ഹൃദയം ഹിന്ദുവിന്റേതാണ്. 33 കോടി ദേവതകളും ഹിന്ദുവിന്റേതാണ്. ഒന്നിനും വലുപ്പവും കൂടുതലും കുറവുമില്ല. അക്കണത്തിൽ തന്നെ പെടുന്നതാണ് രാമനും. മനുഷ്യാവതാരമല്ല, ഈശ്വരാവതാരമാണ് രാമൻ. ചോദ്യം ചോദിക്കുന്ന കമ്മികൾക്കത് അറിയില്ല. അവിടെയാണ് ഹൈന്ദവ തത്വങ്ങൾ അറിയാതെ, ഹൈന്ദവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അറിയാതെ, അവിടെ ഇരിക്കുന്നതാണോ കൃഷ്ണൻ ഗുരുവായൂരപ്പൻ എന്ന് ചോദിച്ചില്ല. അങ്ങനെ ആ വിളക്കിന്റെ അപ്പുറത്തിരിക്കുന്നതാണോ ഗുരുവായൂരപ്പൻ എന്ന് ചോദിച്ച ഹൈന്ദവന്റെ നാടാണ് കേരളം. സങ്കടം വല്ലേ? വരണം, സങ്കടം വരണം, ക്ഷോഭം വരണം. അങ്ങനെ സങ്കടവും ക്ഷോഭവും വരുമ്പോഴാണ് മനുഷ്യനായിട്ട്, വിശ്വാസിയായിട്ട് മാറുന്നത്. ഹൈന്ദവ വിശ്വാസിയായിട്ട്. ഭാരതം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സ്വീകരിച്ച് എല്ലാവരെയും ഊട്ടി ഉറക്കിയ നാടാണ്. ആ നാടിന്റെ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ വേദനിക്കണം. പൂരത്തിന്റെ വെടിക്കെട്ട് മാറിപ്പോയാൽ വേദനിക്കണം. അമ്പലപ്പറമ്പിൽ സംഘാടകർക്ക് പോലും നിയന്ത്രണവും പള്ളുവിളിയും ചീത്തവിളിയും അടിയും കിട്ടുന്നുണ്ടെങ്കിൽ എന്താ പറയേണ്ടത്? എന്താണ് പറയേണ്ടത്? നിങ്ങൾ തന്നെ തീരുമാനിക്കുക. എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഹിന്ദു തീരുമാനിക്കുക.
ഹിന്ദുവിന്റെ സ്വത്വം ഇല്ലാതാവുന്നുണ്ടെങ്കിൽ അത് ഉയർത്തിപ്പിടിക്കാനും അതിൽ അഭിമാനിക്കാനും ആ സ്വത്വത്തിൽ നിന്ന് ജീവിക്കാനും ഉള്ള അവകാശം അത് നേടിയെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നാം ജീവിക്കുന്നത്? ജന്മം കൊണ്ട് ഹിന്ദുവായനവനല്ല ഞാൻ, അറിഞ്ഞ് സ്വീകരിച്ചവനാണ് ഞാൻ. അറിഞ്ഞ് സ്വീകരിച്ചവനാണ്. അതുകൊണ്ട് തന്നെ അല്പം വേദന കൂടുതലുണ്ടാവും. കേവലം ജന്മം കൊണ്ട് മാത്രം ഹൈന്ദവനാവുന്നവന് അത്ര കണ്ട് വേദിക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷേ ആ ധർമ്മത്തെ അറിഞ്ഞ് ആ ധർമ്മത്തെ സ്വീകരിച്ചവർക്ക് കുറച്ച് വേദന കൂടും. ഇനിയും വരും ഉത്സവങ്ങൾ. ആന വേണ്ടി വരില്ല, വെടിക്കെട്ട് വേണ്ടി വരില്ല. വെടിക്കെട്ട് തൃശൂർ പൂരത്തിന്റെ ഏറ്റവും പ്രധാനമായ വെടിക്കെട്ട് എല്ലായിടത്തും നടത്തുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ തൃശൂർ പൂരത്തിന്റെ ആ പൂര വെടിക്കെട്ട് അത് തൃശൂരിന്റെ മണ്ണിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള നമ്മുടെ ഞാനൊന്നും തൃശൂർ പൂരത്തിന് പോയിട്ടുള്ള ചൂടത്ത് ഇരിക്കാൻ പക്ഷേ അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ വന്നിട്ട് നിൽക്കുന്നുണ്ട്. നമ്മളൊക്കെ ടി വിയിൽ കാണുന്നു. അതിനുവേണ്ടി കാത്ത് നിന്ന് ടി വി ഓണാക്കി കാത്തു നിൽക്കുമ്പോൾ വെടിക്കെട്ടില്ല എന്ന് പറഞ്ഞില്ല. കട്ടാലോചിക്കേ, വെടി എവിടെയാണ് പൊട്ടിയത്? പൂത്തിരി എവിടെയാണ് പൂത്തുലഞ്ഞത്? ആകാശത്ത് വർണ്ണക്കുടകൾ നിവർന്നില്ലല്ലോ. ആകാശത്ത് അങ്ങ് സാധാരണയിൽ 1000 നക്ഷത്രങ്ങൾ പെയ്തിറങ്ങുന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ, അല്ലേ? ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ദാഹ്യത്തിൽ അത് എരിഞ്ഞ് ചാമ്പലായി പോയി. ഇനി അന്വേഷിച്ചിട്ട് എന്ത് കാര്യം? ആ പോലീസ് ഉദ്യോഗസ്ഥനൊന്നും 1 മണിക്കൂർ കൂടുതൽ സർവീസിൽ നിർത്താൻ പാടില്ല. എടുത്ത് ദൂരെ കളയാൻ പറ്റാത്ത ഭരണകൂടമാണ് ഇവിടെ ഉള്ളത്. ഓശാന പാടുന്ന ഇത് പറഞ്ഞതിന്റെ പേരിൽ നാളെ ചിലപ്പം നമ്മളെയൊക്കെ തൂക്കിക്കൊണ്ടുപോകും. മരിച്ച് കൊന്ന് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിന് ഭേദം അവരെ തല്ലുകൊണ്ട് മരിക്കുന്നതാ. കൊല്ലിയാണ് കൊല്ലട്ടത്. പറയാനുള്ളത് പറയണം. എന്തായാലും ദിനം പ്രതി ഇങ്ങനെ കണ്ട് ഇരിക്കുമ്പോ പ്രതികരിക്കാൻ പറ്റാത്തതുകൊണ്ട് പ്രതികരിച്ച മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കുക. എന്ത് വേണ്ടും എന്ന് വളരെ കൂലങ്കുശമായി ആലോചിക്കേണ്ട സമയമാണ്. രാഷ്ട്രീയത്തിനപ്പുറം നിങ്ങൾ ഏത് രാഷ്ട്രീയക്കാരായിക്കോട്ടെ, പക്ഷെ ഹിന്ദുവാണോ എങ്കിൽ വേദനിക്കണം. അതല്ലാതെ ന്യായീകരണം പറഞ്ഞ് പതപ്പിക്കാൻ വരരുത് ആരും, ഒരു രാഷ്ട്രീയക്കാരൻ. എന്നിട്ട് അതിന്റെ രാഷ്ട്രീയ മുതലെടുപ്പ്. എന്ത് രാഷ്ട്രീയ മുതലെടുപ്പാണ്? പൂരം കലക്കിയത് BJP-ക്കാരല്ല, പൂരം കലക്കിയത് കോൺഗ്രസുകാരല്ല. കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന ആ സർക്കാരിന്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് പൂരം കലക്കിയത്. പിണറായി വിജയൻ അംഗീകരിച്ചു തരണം. ആഭ്യന്തരമന്ത്രിയാണ്. ഇത്രയും വലിയൊരു പൂരം നടക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു ഇങ്ങർക്കറിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇദ്ദേഹം ഇതിന്റെയൊക്കെ ഹെഡായിട്ട് നിൽക്കുന്നത്? ചോദിക്കണ്ടെന്ന് ചോദിക്കണ്ടേ? നമുക്ക് തലതാഴ്ത്തിയിരിക്കാം. കൊഴിഞ്ഞുപോയ ഒരു പൂരത്തിന്റെ ഓർമ്മയ്ക്ക് തലതാഴ്ത്തിയിരിക്കാം. അത്രേ പറ്റുള്ളൂ. ഇങ്ങനെ പോയാൽ അതല്ല, ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരം തേടാനും ശ്രമിച്ചാൽ മാറ്റങ്ങളുണ്ടാവും. അതുണ്ടാവണം എന്നാണ് എന്റെ അഭിപ്രായം. തലകുനിച്ച് നിന്നാൽ വീണ്ടും എന്താ ഞാൻ നേരത്തെ പാടിയ പോലെ എങ്ക മുതുകു നീങ്കയേറും ഏണിയാകവേ നാങ്കയിരുന്ന പടിയെ ഇരിക്കണമ കാലം പുറാവും.
നമ്മളിങ്ങനെ കുനിഞ്ഞു നിന്നിട്ട് അവർക്ക് ഏണിയായിട്ട് മാറണമെങ്കിൽ അങ്ങനെ തന്നെ നിൽക്കണോ എന്നുള്ളത് കാലം പറയും. കാലം പറയും. പറയട്ടെ. നന്ദി, നമസ്കാരം.